ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ലീവുള്ള ദിവസം മെയിനായിട്ട് ചെയ്യുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാമെന്നാണ്. അതും അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ചിക്കനും മീനും ഒക്കെ ആണെങ്കിലും അടുത്താണ്. അപ്പം ഇന്ന് പോകുന്നത് നമ്മൾ ചിക്കൻ കടയിലേക്കാണ്. കുറച്ച് നടന്നാൽ മതി, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ കട എത്തും കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും വിളിച്ച് പറയല ചേട്ടനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വിചാരിച്ച് സൺഡേ അല്ലേ, വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ ആ ചേട്ടൻ തുറന്നിട്ടേ ഉള്ളൂ, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ചില സമയം വാങ്ങാറ്. ചില സമയം ആഴ്ചക്ക് ഒരു 1 വീക്ക് ഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ കടയിൽ നിന്നല്ല, വേറെ ഹോൾസെയിൽ കട നമ്മളെ അടുത്ത് തന്നെയുള്ള വേറൊരു ഹോൾസെയിൽ കടയുണ്ട്. അത് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം ചിക്കൻ വാങ്ങിയത് അൽഫാം പീസസ് ആയിട്ടാണ്. അതാവുമ്പോൾ എനിക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ്, കട്ട് ചെയ്ത് നമുക്ക് നാളത്തേക്കും മറ്റന്നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു 4 പീസായിട്ട് മുറിച്ച് വാങ്ങുക ചെയ്ത്. പിന്നെ ചോറ് റെഡിയായി. ഞാൻ വേഗം ചോറിന് അരിയിടും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നോക്കിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അൽഫാം പീസസ് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ, എനിക്ക് മെയിനായിട്ട് ഈ ക്ലീനിങ് ആണ് ഏറ്റവും എളുപ്പം ഇങ്ങനെ വാങ്ങുന്ന സമയത്ത്. മറ്റേ ചെറിയ ചെറിയ പീസാക്കുന്ന സമയത്ത് അതിൽ ചിലപ്പം എല്ലിൻ്റെ പൊടികളോ അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ പോകണം, ഫുൾ ക്ലിയർ ആവണം. അപ്പോൾ കുറേ സമയം അതിൽ മെനക്കേണ്ടുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷേ ഈ അൽഫാം പീസസ് ആകുമ്പോൾ നമുക്ക് വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ തന്നെ നല്ലോണം നീറ്റായിട്ട് വൃത്തിയായി വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ സെക്ഷനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്സ് വേറെ, കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള പീസസ്, കറി ആക്കാനുള്ള പീസസ് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പുരട്ടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി ബാക്കി കുറച്ച് റോസ്റ്റ് ആക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. ഫ്രൈ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെക്കുക. നല്ലോണം ചിക്കൻ അതായത് വെള്ളം വന്ന് വെലിഞ്ഞ് നല്ലോണം വെന്തിട്ടുണ്ടാകും കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ മാത്രം ജസ്റ്റ് ഫുള്ളിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്ക് അങ്ങനെ ചിക്കൻ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഈ ചിക്കൻ എപ്പോഴും കഴിക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഈ ഫ്രൈ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ പ്രോപ്പറായിട്ട് വെന്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞ് നന്നായിട്ട് വഴറ്റി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അതും നന്നായിട്ട് വഴറ്റി കുറച്ച് സമയം, ടൈം എടുത്ത് ചെയ്യേണ്ട സംഭവം ഈ കുക്കിങ്. പെട്ടെന്ന് ആകുന്ന സമയത്ത് ചിലപ്പം പ്രോപ്പറായിട്ട് ഉള്ളി വഴഞ്ഞു വരില്ല, അതിൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല. പിന്നെ ഈ ഉള്ളിയിലേക്കാണ് പൊടികളൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. മറ്റേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ജീരകമോ ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലാസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. മസാല കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനും തക്കാളിയും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് വെച്ചപ്പോഴത്തേക്ക് അത് ചിക്കനിലുള്ള വെള്ളം തന്നെയായത്. ഞാൻ വേറെ വെള്ളം പൊതുവെ ചിക്കൻ ആക്കുമ്പോൾ ഒന്നല്ല, എന്ത് കുക്ക് ചെയ്യുമ്പോഴും അതിന് കുക്ക് ചെയ്യേണ്ട വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊളാക്കാറില്ല. അപ്പം ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമായത് അതിൽ തന്നെ മതി, അതിൽ തന്നെ കുക്കിങ് നന്നായിട്ട് നടന്നോളും. സിമ്മിലിട്ട് വെച്ചാൽ മാത്രം മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം കൂടെ ആ വെള്ളം വറ്റാനും കുറച്ചൊന്നും ആവാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാമ്പാർ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ആയ സാമ്പാർ കുറച്ച് ചൂടാക്കാൻ എണ്ണ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അതും കൂടെ സെറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റേഷനരി ആയിട്ടതാവുകൊണ്ട് അത് വേഗമായി, അതിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഫ്രൈയും അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കുക്കാവണം. ഏതൊരു പീസായാലും കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വരണം. അപ്പോൾ സിമ്മിലിട്ട് കുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഏത് ഡിഷായാലും നല്ല ടേസ്റ്റോടെ കിട്ടും. കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാലും അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ
തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കുറച്ച് നമ്മൾ മസാലയൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എരിവ് എന്തെങ്കിലും പോയിന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങാപ്പാൽ അടിപൊളിയായിരിക്കും, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞ് ഇനി ഇത് വേറൊരു ദിവസം എടുത്ത് കേട്ടോ. അപ്പം അന്ന് വേറെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല, ആ കുക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുൾ ഫ്രീ ആയിരുന്നു. പിന്നെ വേറൊരു ദിവസം നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. നേരെ രാവിലത്തെ ഈ ലീവുള്ള ദിവസമൊക്കെ രാവിലത്തെ ഒരുമാതിരി ആയിരിക്കും തോന്നിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് അത്യാവശ്യം നന്നായിട്ടാക്കും. പിന്നെ അന്ന് ബാക്കി വെച്ച പാച്ചിനെ കൊണ്ട് ഒരു തോരൻ പോലെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതിനങ്ങ ഫ്രൈയും ചോറും തോരനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസ്മിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ബിസ്മിയിൽ കഴിഞ്ഞ ദിവസം പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം പോകാമെന്ന് വിചാരിച്ച്. പച്ചക്കറി ഒഴുകി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബിസ്മിയിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങാറ്. അതാകുമ്പോൾ നമുക്ക് നോക്കി നോക്കി എടുക്കുകയും ചെയ്യാം, ഈസിയാണേ. പോയിട്ട് വന്ന ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാം കേട്ടോ. ഒരു നോർമൽ ഒരു സ്പഞ്ച് കേക്കാണ്, ബട്ടർ കേക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ബട്ടർ ഫ്രോസ്റ്റിങ്ങും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ നാളായി നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് എങ്ങനെയാവും നമുക്കറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാ ഐറ്റംസും ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇങ്ങനൊരു പാത്രമാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ഏതാണോ പാത്രം ഉള്ളത്. ഇപ്പം ഇത് എൻ്റെ കേക്കിൻ്റെ ഒരു ടിന്നാണ്. പിന്നെ നിങ്ങൾക്ക് ബീറ്റർ, ഇതെൻ്റെ ഫിലിപ്സിൻ്റെ ബീറ്ററാണ് കേട്ടോ. ഇതാ ഫിലിപ്സ്, കുറേ നാൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, കുറേ മുന്നേ വാങ്ങിയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ഔട്ട് ചെയ്ത് നോക്കും. ഒരു 1000 റുപ്പീസായിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളാണ് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് പൊടികളായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇത് ബട്ടർ കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല, പകരം അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു 200 grams ഓഫ് ബട്ടർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലെടുക്കുന്നുണ്ട്. അതായത് ബട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ബട്ടറും ഇതൊക്കെ അടിച്ചിട്ട് ശേഷം മുട്ട ഇടുക ചെയ്യാം. അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ കൺസിസ്റ്റൻസി കിട്ടാൻ നമുക്ക് പാൽ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഒരു 3 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും ആവശ്യമുണ്ട്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ ആദ്യം അസംബിൾ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നൊരു പാനിലാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്യുന്നത്. പാന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പം ഇന്നങ്ങനെയാണ് കേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം പ്രിപ്പറേഷൻസ് ഒക്കെ. ഈ ഒരു പാനിലാട്ടോ കേക്ക് ആക്കാൻ പോകുന്നത്. അത് ഞാൻ ഓൾറെഡി മൂടിയും ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ 1/2 കപ്പിൻ്റെ മൈദയായിട്ട് എടുക്കുന്നത്. അതിൽ 2 ഓട്ടം എടുക്കുന്നത്, അപ്പോൾ 1 കപ്പ്. അപ്പം നിങ്ങൾ 1 കപ്പാണെങ്കിൽ 1 കപ്പ് ക്വാണ്ടിറ്റിയിൽ എടുത്തോളൂ. ഞാൻ ഇപ്പം ഈ ഒരു പാത്രം വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് 2 തവണ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അരയും 1 കപ്പ് ടോട്ടൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും, അതാണ് കണക്ക്. അതായത് ബേക്കിംഗ് പൗഡറാണ് കുറച്ചധികം വേണ്ടത് ബേക്കിംഗ് സോഡേനെയും കാട്ടിയും. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ഇട്ടോളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് വേണമെങ്കിൽ സിഫ്റ്റ് ചെയ്യുക, അതായത് അരിച്ചെടുക്കുക. ഞാൻ പക്ഷേ ഇതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആദ്യം ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഈ കേക്ക് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം വഴിയെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കിത് മുട്ട അടിച്ചിട്ട് കുറച്ച് ടൈം കാത്തിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും കേക്ക്സൊക്കെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബേക്കിംഗ് സാധനങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഓയിൽ എടുക്കുന്നില്ല, ബട്ടറാണ് എടുക്കുന്നത് കേട്ടോ. ബട്ടറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു
എന്താ ഒരു 50 ഗ്രാം ഓഫ് ബട്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് കട്ടയെല്ലാം മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളാണെങ്കിൽ ബട്ടർ, മുട്ട, മൈദ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ നിങ്ങൾ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നും തണുപ്പുണ്ടാകാൻ പാടില്ല. നമ്മളെ റൂമിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അതായിരിക്കണം നമ്മളെ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ടെമ്പറേച്ചർ. ഇനി ഞാൻ എന്ത് ചെയ്ത് ബട്ടറിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയും ആഡ് ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഏത് 2 ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഒരു 4 മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നന്നായിട്ടത് എന്താ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനെ ഒരു നമ്മൾ ദോശമാവൊക്കെ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മളെ മൈദ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചില്ലേ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്തിട്ട്, അതും ലേശം പാലും കൂടെ ഇങ്ങനെ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ബട്ടർ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ശരിക്കും നമ്മൾ ഓയിലിലാക്കുമ്പോൾ വേറൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഓയിലിലാക്കുമ്പോൾ ആക്കാറ്. അപ്പം ബട്ടർ കേക്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി രീതിയിലാണ് ആക്കുന്നത്. നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. നിങ്ങളിഷ്ടമാണ്. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക, നടുക്കൂട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പം അതും ഈസിയാണ്. പിന്നെ നമ്മൾ ടിന്ന് നേരത്തെ നമ്മൾ ഇതുപോലെ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് നമ്മൾ നേരെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ബട്ടറിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മൾ ഓയിലിലൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു റിബൺ ലൈക്ക പോലെ വരിക. പക്ഷെ ബട്ടറിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. അതുകൊണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവുമൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് വെള്ളം താഴെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ റിങ് വെച്ച ശേഷമാണ് ഞാൻ ഈ ഒരു ബാറ്റർ എടുത്തിട്ട് ടിന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചത് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് കുക്കാവണം. ഒരു 20 to 45 മിനിറ്റ്സ് എടുക്കും. അത് ഓരോ ആൾക്കാരെ ഇതിൻ്റെയൊക്കെ എന്താണ് ഗ്യാസിൻ്റെ അതൊക്കെ അനുസരിച്ചിട്ടാണ്, ഫ്ലെയിമിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ റിങ് മാറ്റിയിട്ട് കേക്ക് ടിന്നയിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കേക്ക് അപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈറ്റിൽ കിട്ടിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ബട്ടറും ഷുഗറും വെച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ സെറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇത് അടിപൊളി കേക്ക് കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ കേക്കായിരുന്നു. ഭയങ്കര ഈസിയാണ്. ഇതിന് ക്രീമൊന്നും വേണ്ട ആവശ്യമില്ല, ചുമ്മാ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ്. ആ ഫ്ലവറിൻ്റെ ഇത് കുറച്ച് ബട്ടറും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തതാണ്. അപ്പോഴിങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ക്രീമായിട്ട് കിട്ടിയത്. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും കണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാനൊക്കെ ആദ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വേറെന്തോ ആയിരുന്നു, പക്ഷെ പിന്നെ സെറ്റായില്ലേ. അപ്പോൾ ഇതുപോലെ സെറ്റാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.